ജെറമ്യ 23 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ മേച്ചിൽസ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സംസ്കരിക്കേണ്ട ഇടയന്മാരെക്കുറിച്ച് അരുളിച്ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ച് ഓടിച്ചു. നിങ്ങൾ അവയെ പരിചരിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയത്തിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ച് പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല. ഒന്നും കാണാതെ പോകുകയുമില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇതാ, ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവൻ്റെ നാളുകളിൽ യൂദയ രക്ഷപ്പെടും. ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന് പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണോ എന്ന് ആരും ശപഥം ചെയ്യാത്ത കാലം വരുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്തു നിന്നും അവിടുന്ന് നാടുകടത്തിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണോ എന്നായിരിക്കും അവർ സത്യം ചെയ്യുക. അവർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ പാർക്കും. കാരുണ്യവാനായ ഈശോയേ, അങ്ങയുടെ അനന്തമായ പരിപാലന ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങ് നടപ്പാക്കുന്നതിനെ ഓർത്ത്, സംരക്ഷിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളുടെ വസ്തുവകകളുടെ അതിർത്തികളിലും ഈശോയെ അങ്ങയുടെ തിരിച്ചുവരയാൽ സംരക്ഷണ കവചം തീർക്കണമേ. നാഥ, ഞങ്ങളും ചിതറിപ്പോയ ആടുകളാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈശോയെ അങ്ങ് കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിച്ച് ആട്ടിൻകൂട്ടത്തെ സംരക്ഷിച്ചതുപോലെ ദുഷ്കൃത്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നാഥ, ആടുകളെ ചിതറി ഓടിച്ച ചെന്നായ്ക്കളെ ആട്ടി ഓടിച്ച് ഞങ്ങളെ അങ്ങയുടെ സംരക്ഷണയിൽ ആക്കണമേ.